യുദ്ധത്തിൽ മനുഷ്യർ ജയിക്കട്ടെയെന്ന് മമ്മൂട്ടി, അല്ലെങ്കിൽ മനുഷ്യത്വമെങ്കിലും ജയിക്കട്ടെയെന്ന് മമ്മൂട്ടി പറഞ്ഞു. കൊച്ചിയിൽ സംവിധായകൻ TV ചന്ദ്രനെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യപക്ഷം പറയുന്ന കലാമൂല്യമുള്ള ചിത്രങ്ങൾ സംവിധാനം ചെയ്തയാളാണ് TV ചന്ദ്രൻ എന്നും മമ്മൂട്ടി പറഞ്ഞു. സംവിധായകൻ TV ചന്ദ്രൻ തന്റെ ചലച്ചിത്ര ജീവിതത്തിൽ 50 ആണ്ട് പൂർത്തിയാക്കുന്ന വേളയിൽ അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി കൊച്ചി ഇടപ്പള്ളിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്യവെയാണ് മമ്മൂട്ടി യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചത്. ഇപ്പോൾ ഒരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ ആര് ജയിക്കുമെന്നറിയില്ല, പക്ഷേ മനുഷ്യർ ജയിക്കണമെന്നാണ് തന്റെ ആഗ്രഹം, മമ്മൂട്ടി പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഈ യുദ്ധത്തിൽ ആര് ജയിക്കുമോ? യുദ്ധത്തിൽ മനുഷ്യർ ജയിച്ചാൽ മതിയെന്നാണ് എൻ്റെ ആഗ്രഹം. ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. മനുഷ്യരില്ലെങ്കിൽ മനുഷ്യത്വമെങ്കിലും ജയിക്കട്ടെ. പൊന്തന്മാട ഉൾപ്പെടെ മനുഷ്യപക്ഷം പറയുന്ന കലാമൂല്യമുള്ള ചിത്രങ്ങൾ സംവിധാനം ചെയ്തയാളാണ് TV ചന്ദ്രൻ എന്നും മമ്മൂട്ടി പറഞ്ഞു. ഒരു കാലത്തും ചന്ദ്രനെപ്പോലുള്ള ഒരു സംവിധായകൻ്റെ ഒരു ഓഫർ നിരസിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല, സാധിച്ചിട്ടുമില്ല. ഞാൻ നിരസിച്ചിട്ടുമില്ല. ഞങ്ങൾ ആദ്യം അഭിനയിക്കുന്ന സിനിമ പൊന്തന്മാടയാണ്, നമുക്കറിയാം. പക്ഷെ ആ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചലഞ്ചായിരുന്നു. ഞാൻ അതിനു മുമ്പും വൃദ്ധൻ്റെ വേഷമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ പെർഫെക്ഷനുള്ള ഒരു വാർദ്ധക്യം എനിക്ക് ആ സിനിമയിൽ അവതരിപ്പിക്കാൻ പറ്റി. ആ സിനിമ ഈ പറയുന്ന പോലെ മനുഷ്യരുടെ രാഷ്ട്രീയം പറയുന്ന, മനുഷ്യപക്ഷം പറയുന്ന സിനിമയാണ്. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റി ഇന്ത്യയുടെ കേരള റീജിയൻ സംഘടിപ്പിച്ച ആദരണ ചടങ്ങിൽ സംവിധായകരായ കമൽ, ജോഷി മാത്യു, നടന്മാരായ ഷൈൻ ടോം ചാക്കോ, സുധീഷ്, ഇർഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ചുരുങ്ങിയ വാക്കുകളിൽ TV ചന്ദ്രൻ്റെ മറുപടി പ്രസംഗം. അപ്പോൾ 50 വർഷം എന്ന് പറയുന്ന ഒരു മനുഷ്യ ആയുസിൻ്റെ ഒരു വലിയൊരു ശതമാനമാണ്. അത് മുഴുവൻ സിനിമയ്ക്ക് വേണ്ടി വെറുതെ കളഞ്ഞൊരു പാർട്ടിയാണ് ഞാൻ. അത് അത്ര വലിയൊരു പ്രവൃത്തിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുമില്ല. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇത്രയും മനുഷ്യരെവിടെയും, ഇത്രയും വലിയ മനുഷ്യരെവിടെയും എൻ്റെ 50-ാം വർഷം എന്ന് പറഞ്ഞിട്ട് എന്നെ എംബരാസ് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെയോ പറയുമ്പോൾ അത്ര മോശമായിരുന്നില്ല എൻ്റെ 50 വർഷങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റിയുടെ ദൃശ്യതാളം മാസിക ചടങ്ങിൽ പ്രകാശനം ചെയ്തു. TV ചന്ദ്രൻ്റെ സമ്പൂർണ്ണ തിരക്കഥയുടെ പ്രകാശനം ജോയ് മാത്യുവും നിർവഹിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.